അതെ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ഒരാൾക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ചതുരായിട്ടുള്ള ഒരു 10 സെന്റ് സ്ഥലം ഒരു 1200 സ്ക്വയർ ഫീറ്റ് ഉള്ളത് ആ കാണുന്ന ഒരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നത്. അപ്പൊ ഈ ഒരു സ്ഥലം വരുന്ന നമ്മളെ കണ്ണൂർ ജില്ലയിൽ ആനപ്പന്തിയിൽ നിന്ന് വെറും നടക്കാൻ ദൂരത്തിൽ 200 മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനെ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു പേജ് മറക്കാം ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ വീട് സ്ഥല പ്രോപ്പർട്ടി സെയിൽ ചെയ്യാണ്ട് അതിന് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മളെ വഴിയും സൗകര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താ. ആയിക്കോട്ടെ, ആനപ്പതിന്ന് വരുന്ന റോഡാണ് കേട്ടോ. ഇവിടം വരെ ടാറിംഗ് ആയിട്ടുള്ളതാണ്. പിന്നെ അടുത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഈ ഒരു പ്ലോട്ടിൽ നമുക്ക് അടുത്തുള്ള അങ്ങാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആനപ്പന്തിയാണ് വരുന്നത്. നമ്മളെ ഈ ഒരു സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന നമുക്ക് അങ്ങാടിക്കടവാണ്. അതേമാതിരി വില്ലേജ് വരുന്ന അയ്യങ്കുന്ന് വില്ലേജ് ആണ്. ഇതാക്കുന്നത് ഇത് തന്നെയാണ് സ്ഥലം. നല്ല ചതുരായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. വണ്ടിയൊക്കെ ഏത് വേണമെങ്കിലും മിറ്റത്ത് 2-3 വണ്ടിയൊക്കെ കൊണ്ടുപോയി നിർത്താനൊക്കെ ഉള്ള സൗകര്യം. ഇഷ്ടം പോലെ മിറ്റവും കാര്യങ്ങളൊക്കെ നല്ല ചതുരായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇനി നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു പ്ലോട്ടിലോട്ട് വന്ന് നോക്കുമ്പോൾ നല്ല ലെവൽ പ്ലോട്ടാട്ടോ. അത്യാവശ്യം നല്ല ലെവലായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് ആനപ്പന്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം നമ്മൾ വരുന്ന വഴിയാണെങ്കിലൊക്കെ നല്ല ലെവലിൽ കിടക്കുന്ന സ്ഥലം. മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കോ വെള്ളം കയറുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു സ്ഥലത്തോട്ട് നിങ്ങൾ വന്ന് കണ്ട് ഞങ്ങൾക്ക് എന്തായാലും ബോധ്യപ്പെടും. അത്യാവശ്യം നല്ലൊരു കിടിലൻ സ്ഥലം തന്നെയാണ്. പിന്നെ ഇനി ഒരു പ്ലോട്ടിലോട്ട് എത്താനുള്ള വഴി സൗകര്യം പറഞ്ഞിട്ട് ഇരുട്ടി എന്നൊക്കെയാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു 12 കിലോമീറ്റർ ദൂരെ ഇരുട്ടി എന്നുള്ളൂ. അതേപോലെ ഇനി കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു 50 കിലോമീറ്റർ ദൂരമാണ് കണ്ണൂരിൽ നിന്ന് വരാനുള്ള ദൂരം. അതേപോലെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 30 കിലോമീറ്റർ ദൂരമാണുള്ളത് കേട്ടോ ഇങ്ങോട്ട് വരാൻ. ഇനി നമുക്ക് ഈ ഒരു വീടിന്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. ഈ ഒരു വീട് മൊത്തം 1200 സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ്. 3 ബെഡ്റൂം, ഹാള്, അടുക്കള, സിറ്റ് ഔട്ട് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഒരു റൂം അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഇനി വീടിന്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. നമ്മൾ സിറ്റ് ഔട്ടിലോട്ടൊക്കെ കയറി വരുമ്പോൾ സിറ്റ് ഔട്ട് നല്ല ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു സിറ്റ് ഔട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ടൈലൊക്കെ നോക്കിയാൽ നല്ല കളർ ടൈൽ, നല്ല ഡിസൈൻ ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ട് ഭിത്തിയും കാര്യങ്ങളൊക്കെ ഭിത്തിയിലൊക്കെ ടൈലൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ്. നല്ല നീറ്റ് ആയിട്ടുള്ള വീടാണ്. അതുപോലെ ഫ്രണ്ട് ഡോറും കാര്യങ്ങളൊക്കെ റെഡിമെയ്ഡ് ഡോറാണ് ഉപയോഗിച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി മൊത്തം 3 റൂമാണുള്ളത് വീടിന്. അതിനകത്ത് ഒരു റൂം ഇതാ നമുക്ക് പുറത്തുനിന്നുള്ളത്. വേണമെങ്കിൽ നമുക്ക് ഓഫീസ് റൂമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് തുറന്ന് കാണാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓഫീസ് റൂമൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമാണ്. ആണെങ്കിലൊക്കെ നല്ല കളർ ടൈലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഒരു അലമാര കട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഈ ഒരു ഭാഗത്ത് നമുക്ക് റാക്ക് ഷെൽഫ് എല്ലാം ഉണ്ട്. ഇനി നമുക്ക് അകത്തോട്ടൊന്ന് പോയിട്ട് നോക്കാം കേട്ടോ. നമുക്ക് ഹാളിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് കേട്ടോ. എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള വീടാണ്. ഇങ്ങോട്ട് നോക്കി ഹാളിലോട്ടൊക്കെ ഒന്ന് കയറും. അതാണ് ഈ ഒരു വീടിന്റെ ഹാളൊക്കെ നല്ല സൗകര്യമുള്ള ഹാളാണ്. നിലമൊക്കെ എല്ലായിടത്തും ഒരേ ഡിസൈൻ, എല്ലായിടത്തും ഒരേ ഡിസൈൻ, നല്ലൊരു കളർ ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഹാളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ സോഫ സെറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരിക്കാനൊക്കെ സൗകര്യത്തിനുള്ളൊരു അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ബാക്കി 2 റൂം നമുക്ക് ഇവിടെ നിന്നാണ് വരുന്നത്. ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് രണ്ടാമത്തെ റൂം വരുന്നത്. ഈ റൂമും കാണാം നമുക്ക്. നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് 3 കള്ളി ജനൽ വരുന്നുണ്ട്. അതുപോലെ ഇപ്പുറം ഭാഗത്ത് ഒരു 2 കള്ളി ജനലുണ്ട്. ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു വീട് തന്നെയാണ്. നല്ല നീറ്റ് ആയിട്ടുള്ള വീട് തന്നെയാണ്. പിന്നെ നിലമൊക്കെ നോക്കിയാൽ ടൈലൊക്കെ നല്ലൊരു രസമുള്ള കളറാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ 3ാമത്തെ റൂം ഈ ഒരു ഭാഗത്താണുള്ളത്. റൂമുകളൊക്കെ എല്ലാ റൂമും 3 റൂമും ഒരേപോലെ സെയിം, എല്ലാ റൂമും ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഹാളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് അടുത്ത് കാണാനുള്ള അടുക്കളയാണ്. അപ്പൊ ഇങ്ങോട്ട് അടുക്കളയൊക്കെ ഒന്ന് കാണാം. ഈ ഒരു ഭാഗത്താണ് അടുക്കള വരുന്നത് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ട്. ഇങ്ങനെ വർക്ക് ഏരിയ പോലെ അത്യാവശ്യം ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ചെറിയൊരു വർക്ക് ഏരിയ ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പൊ ഇവിടെയാണ് അടുക്കള വലിയ അടുക്കളയാണ്. ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. നിലമൊക്കെ വേറെ ഡിസൈൻ ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അടുക്കളേന്റെ എല്ലാം. ഈ ഒരു ഭാഗത്താണ് വിറകടുപ്പ് വരുന്നത്. ആലുവ അടുപ്പാണുള്ളത്. പുറത്ത് തീ കത്തിക്കാനൊന്നും പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള പാതകം എല്ലാം ഉണ്ട്. അതുപോലെ റാക്കെല്ലാം ഉണ്ട്. പാത്രം സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള റാക്കും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജോ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ഉള്ളതിനുള്ള അത്രയും സൗകര്യം ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിന്റെ അകത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ. സാധാരണ ഒരു ഫാമിലിക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വീട് തന്നെയാണ്. എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ നടക്കാൻ ദൂരത്തിൽ 200 മീറ്റർ പോയി കഴിഞ്ഞാൽ LP സ്കൂളുണ്ട്. അതുപോലെ ഒരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അങ്ങാടിക്കടവിൽ എത്തിക്കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഇനിയിപ്പോൾ അതിൽ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് പെട്ടെന്ന് പോയി കാണിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങാടിക്കടവിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളും ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്ന് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ അമ്പലം, പള്ളി, ചർച്ച് എന്ന് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ വീടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് പറമ്പിൽ എന്തൊക്കെയുള്ളതൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം കേട്ടോ. അങ്ങോട്ട് നമ്മൾ പറമ്പിലോട്ട് ഇങ്ങോട്ട് മുറ്റത്തോട്ട് വരുമ്പോൾ ഇതാക്കണേ
അത്യാവശ്യം നല്ല കായ പിടിക്കണ തെങ്ങ്, ഏകദേശം 3ഓളം തെങ്ങാണുള്ള നല്ല കായ പിടിക്കണ തെങ്ങ് കേട്ടോ. പിന്നെ ദേ അതുപോലെ തന്നെ നല്ല കായ്ക്കണ മാവുണ്ട്, 2 മാവ്, മൂവാണ്ടൻ മാവ്, ഇതേ നല്ല കായ്ക്കണ മാവ്. ഇങ്ങോട്ട് നോക്കി അതേലൊക്കെ കുരുമുളകും പിടിപ്പിച്ചിട്ടുണ്ട്, വീട്ടിലെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ കുരുമുളകും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതേപോലെ പിന്നെ ഇങ്ങോട്ട് നോക്കി നമുക്ക് കറണ്ടിന്റെ കണക്ഷനൊക്കെ ഫ്രണ്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇലക്ട്രിക് പോസ്റ്റ് ഇപ്പൊ നിലവിൽ കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതാക്കുന്ന വെള്ളത്തിന്റെ സൗകര്യത്തിന് ബോർവെല്ലാണുള്ളത്. ഇപ്പൊ നിലവിൽ പഞ്ചായത്ത് വെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ മോട്ടർ വരെയാണ് ഇപ്പൊ ഇത്. പഞ്ചായത്തിന്റെ മോട്ടറിൽ പിന്നെ ഈ മൊത്തം ഒരു കുറച്ച് വീടുകളിലോട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്നത് ഇവിടുന്നാണ് കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, ഇഷ്ടംപോലൊക്കെ വെള്ളം കിട്ടുന്ന ഏരിയ ആണ്. അത്യാവശ്യം വെള്ളം പറ്റാത്ത വെള്ളമൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ മാത്രം മാറിയിട്ട് ആനപ്പന്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 10 സെന്റ് സ്ഥലവും നല്ല സമചതുരമായിട്ട് കിടക്കുന്ന പ്ലോട്ടാണ്. അതിനകത്ത് ഈ ഒരു വീടുമാണുള്ളത്. അപ്പോൾ ഇനി പാർട്ടി ഓണർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഓണർ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ഓണറായിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതിലൊക്കെ കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ ജില്ലയിലെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.